ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് കെ ടോക്സ്. ഇന്ന് നമ്മുടെ ഡയറ്റിങ്ങിൻ്റെ 8th ഡേ കംപ്ലീറ്റ് ആയിരിക്കണം. നമുക്ക് ഒരു അനാലിസിസ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ 8th ഡേയിൽ നമ്മൾ ചെയ്തതെന്നുള്ളത്. കാലത്ത് തന്നെ 2 ഗ്ലാസ് വെള്ളം, അത് നിർബന്ധമായിട്ടും കുടിക്കണം. ഞാൻ മാത്രമല്ല, നിങ്ങളെല്ലാവരും കുടിക്കണം. അത് ശീലമില്ലാത്തവരൊന്ന് ശീലമാക്കി നോക്കണം. നിങ്ങളത് സഹായിക്കുകയുള്ളൂ, ഉപദ്രവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ട്രൈ ചെയ്യാം. പച്ചവെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ചെറിയൊരു അളവിൽ ചൂടുവെള്ളമാക്കി കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുടിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് തടസ്സമൊന്നും വരത്തില്ല. പിന്നെ അതൊരു ശീലമായിട്ട് മാറും. അത് നമ്മുടെ രാവിലത്തുള്ള എല്ലാ പ്രഭാത കർമ്മങ്ങൾക്കും അത് ഉപകരിക്കും. കുടലനങ്ങാനും മറ്റുള്ള കാര്യങ്ങൾക്ക് അത് നല്ലതാണ്. ഇപ്പോൾ നമുക്കൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴോ ക്ലാസ്സിൽ പോകുമ്പോഴോ സ്കൂളിൽ പോകുമ്പോഴോ കോളേജിൽ പോകുമ്പോഴോ എവിടേക്ക് പോകുമ്പോഴാണെങ്കിലും അത് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് തുടക്കം മുതൽ നമ്മൾ കൊടുത്താൽ മാത്രമാണ് പിന്നീടുള്ള സമയങ്ങളിൽ നമ്മളത് കൊടുക്കാനായിട്ട് ആലോചിക്കുകയുള്ളൂ, ഓർക്കുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. പിന്നെ ഇപ്പോൾ കാലത്ത് വെള്ളത്തോടുകൂടി തുടങ്ങി 7:30 AM ബ്രേക്ക്ഫാസ്റ്റ്. കടല, പുഴുങ്ങിയ കടല, പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗ്, അതുപോലെ തന്നെ ഒരു ചപ്പാത്തി. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ വരുന്നത്. പിന്നെ വെജിറ്റബിൾ ഞാൻ രാവിലെ അത്രയും കഴിക്കാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കാണ് നമ്മളത് മെയിനായിട്ടും വെച്ചേക്കുന്നത്. കാരണം നമുക്കൊരു രാവിലെ തന്നെ നമുക്ക് അത്രയ്ക്കും ഒരു വിശപ്പ് വരില്ല. ആവശ്യത്തിനുള്ള ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചാൽ മതി. ഉച്ചയാകുമ്പോൾ നമുക്ക് പണി ചെയ്ത് അല്ലെങ്കിൽ വർക്ക് ചെയ്ത് എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിയുമ്പോൾ നമുക്ക് വിശപ്പ് വരും. അപ്പോൾ നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം നമ്മൾ ആ സമയത്ത് തന്നെ കഴിക്കുക. അപ്പോൾ ആ ഒരു ഭക്ഷണത്തിന് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ആ സമയത്ത് ആഡ് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു നല്ലൊരു വശം. അതായിരിക്കും നല്ലത്. എല്ലാവരും അതൊന്ന് ശീലിച്ച് നോക്ക്. നമ്മുടെ ലഞ്ച് കൊണ്ടുവരുന്ന ബോക്സിൽ മറ്റൊരു ബോക്സും കൂടി, ചെറിയൊരു ബോക്സ് എടുക്കുക. അതിനകത്ത് കുക്കുംബർ, ക്യാരറ്റ്, ഓണിയൻ, പിന്നെ മറ്റേ മല്ലിയില, അങ്ങനെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇടുകയാണെങ്കിൽ നല്ലതാണ്. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കഴിക്കാനായിട്ട് പറ്റും. ലേശം ഇട്ടാൽ മതി, വലിയ ഇതൊന്നുണ്ട്, കുറച്ചൊരു പൊടി ഇട്ടാൽ മതി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കൊണ്ടുവരുന്ന ലഞ്ചിൻ്റെ അളവിനേക്കാൾ കൂടുതൽ ഈ വക പച്ചക്കറി ഐറ്റംസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ അതിനകത്ത് റിച്ച് ഫൈബറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ അതൊരു പ്രീബയോട്ടിക് ആയിട്ടുള്ളൊരു ഫുഡാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗട്ടിലുള്ള, നമ്മുടെ ആമാശയത്തിലുള്ള ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന തരം ആണ് നമ്മുടെ ഈ ഒരു പച്ചക്കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അത് നമുക്ക് ഗുണകരമാണ്, നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കാനും സഹായിക്കും. 2 കാര്യമുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഇന്നത്തെ നമ്മുടെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞു, എന്ത് ഭക്ഷണം കഴിച്ചാലും വയറിന് ഭയങ്കര അസ്വസ്ഥത, ഗ്യാസ് വരുന്ന, ഉറക്കം ശരിയാവുന്നില്ല, നെഞ്ചരിച്ചിൽ, നെഞ്ചുവേദന, പലവിധ പ്രശ്നങ്ങളും ആ വ്യക്തിക്കുണ്ട്. അവൻ്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാകെ 24 വയസ്സേ ആയിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു പ്രായത്തിൽ ആ വ്യക്തിക്കുണ്ടായ ഒരു വേദനയും വിഷമവും ആലോചിച്ച് നോക്കും. നമ്മളൊക്കെ പണ്ട് കാലത്തൊന്നും നമ്മൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഈ കാലം അങ്ങനെയല്ല. പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും. പിന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിൽ അല്ലെങ്കിൽ ടെൻഷനിൽ നടന്നു പോകുന്ന ആൾക്കാരുണ്ട്. വേറെ അവർക്കും ഈ പറഞ്ഞ പോലെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വേറെയും വരും. അത് ഇതെല്ലാം കണക്റ്റഡാണ്. ലിങ്ക് ഉണ്ട്, എല്ലാം തമ്മിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്രേ ഉള്ളൂ. നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റം, ഭക്ഷണത്തിൻ്റെ നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടുതൽ, കാർബണേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അത് കൂടുതൽ കഴിച്ചാൽ അത് അങ്ങനെയും വരും. പിന്നെ സോഡ ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ കഴിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പാൽ ഐറ്റംസ്, അതൊക്കെ ഈ കുറച്ച് പ്രശ്നമുള്ള ആളുകൾക്ക് അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. പിന്നെ അതുപോലെ തന്നെ ഈ ബ്രൊക്കോളി അങ്ങനത്തെ സാധനമൊക്കെ കഴിക്കുന്നവർക്കും, പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാബേജ് അതൊക്കെ കഴിക്കുന്നവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഗ്യാസിൻ്റെ ഒരു പ്രശ്നം കൂടാനുള്ള സാധ്യതകളുണ്ട്. ഇതെല്ലാം നമുക്ക് അത്രയ്ക്കും പറ്റുന്നതല്ല. പിന്നെ കൂണ്, അങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് റിസ്ക്കുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാം. നമുക്ക് പറ്റുന്ന ഏത് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്, അത് ഗ്യാസിനെ വർദ്ധിപ്പിക്കുന്നതാണോ കുറയ്ക്കുന്നതാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുക. നമുക്ക് കൈ കിട്ടുന്നത് വാരി തിന്നിട്ട് കാര്യമില്ല. പിന്നെ സ്പീഡിൽ കഴിക്കുന്ന ആൾക്കാർ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ സംഭവിക്കാം. ഒരുപാട് പെട്ടെന്ന് കഴിക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ എയറിൻ്റെ ഇൻടേക്ക് കൂടും. പിന്നെ സോഡ, കൂൾ ഡ്രിങ്ക്സ്, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ ഗ്യാസസിൻ്റെ പ്രശ്നങ്ങൾ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് വേറൊരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയ, നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് സഹായിക്കുന്ന ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയയുടെ അളവ് കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ അതും നമ്മൾ അത്രയ്ക്കും ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാർ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഗ്യാസ്ട്രോ ഡോക്ടറെ കണ്ട് നമ്മുടെ വയറിൻ്റെ ഒരു മറ്റേ സ്കാനിങ് അവൻ എടുക്കണം. മനസ്സിലായില്ലേ? എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്ടീരിയനെ എടുത്തിട്ട് അതിൻ്റെ അളവ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അളവിൽ കൂടുതലാണെങ്കിലും അതിനനുസരിച്ചുള്ള മരുന്ന് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അതിനെ നിയന്ത്രിക്കണം. അല്ലെങ്കിൽ വീണ്ടും ഈ സെയിം പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ഡയറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പോകുന്ന കാര്യങ്ങളിൽ ബന്ധപ്പെട്ടാണ് ഇത് ഈ ഗ്യാസ് ട്രബിൾ. കാരണം നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചു, പിന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് മാറി പുതിയ തരത്തിലുള്ളൊരു ഭക്ഷണ രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ 8th ഡേ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞാൽ ഒക്ടോബർ 1 തുടങ്ങിയ ഈ ഒരു ഡയറ്റ് പ്ലാൻ നമ്മളിപ്പോൾ 8th ഡേ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ എക്സസൈസും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അത് നമ്മൾ ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബോഡി നമ്മളെ കഴിക്കുന്ന ഭക്ഷണത്തിനോട് ഒന്ന് ഈക്വലൈസ് ആവണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇനി അടുത്ത വീക്കിൽ അല്ലെങ്കിൽ അടുത്ത 10 ഡേയ്സിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സാധാരണ ഒരാഴ്ച കൺട്രോൾ ചെയ്യും, അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും പഴയ പോയിലേക്ക് പോകും. ശ്രദ്ധിക്കുക. ഈ 3 നേരം ചോറ് കഴിക്കുന്ന ആൾക്കാരോട് പ്രത്യേകം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കാർബോഹൈഡ്രേറ്റ് കൂട്ടണ്ട, അതുപോലെ തന്നെ ഷുഗറും കൂട്ടാൻ നിൽക്കണ്ട. ഈ രണ്ടുമാണ് അതിനകത്തുനിന്നുള്ളത്. വേറെ പ്രത്യേകിച്ച് ഒരു ന്യൂട്രിയൻസും ആ സാധനത്തിലില്ല. പിന്നെ ഈ ചുവന്ന അരി കഴിക്കുന്ന ആളുകൾക്ക് കുറച്ച് ഭൂമിയുടെ ഒരു പ്രസൻസ്, അത് നമ്മുടെ ബോഡിയുടെ പ്രതിരോധത്തിന് നല്ലതാണ്. പിന്നെ അതൊക്കെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇലക്കറികൾ മാക്സിമം കഴിക്കുക. പച്ച ഇല കളറിലുള്ള ഇലകളാണ് കൂടുതലും കഴിച്ചാൽ നമുക്ക് വളരെ നല്ലതാണ്, വയറിന് നല്ലതാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ഈ പ്രീബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ഈ തൈര്,
അതുപോലെ തന്നെ മോര്, ചില ചീസുകൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വയറിന് അതൊരു നല്ലതാണ്, ഗ്യാസസിൻ്റെ ഫോർമേഷൻ കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെ കുഴപ്പം അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷനിലുള്ളത്. എല്ലാവരും ഡയറ്റിങ്ങിലോട്ട് കടന്നു വരാം. നിങ്ങൾക്ക് ഇന്ന് തീരുമാനമെടുക്കുകയാണെങ്കിൽ ഇന്ന് തീരുമാനം എടുക്കുക. നിങ്ങൾ എത്ര ദിവസം കടന്നു പോയി എന്നുള്ള ചിന്തയൊന്നും വേണ്ട, ഇന്ന് തീരുമാനം എടുക്കുക. ഇന്ന് തൊട്ട് ഞാൻ നല്ലൊരു ഫുഡ് പാറ്റേണിലേക്ക് ഞാൻ മാറും, ഫുഡ് ഡയറ്റിലോട്ട് ഞാൻ മാറും. ഇനി വേറെ ആരും എന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ എനിക്കറിയാം എന്നൊക്കെ നിങ്ങൾ അത് ക്ലിയർ ചെയ്തെടുക്കുക. നിങ്ങളുടെ തീരുമാനങ്ങൾ ഇന്ന് തന്നെ ആക്കുക. ഈ വീഡിയോ ഇന്ന് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് തന്നെ തീരുമാനം എടുക്കുക. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ SK_Talks കുവൈറ്റ് എന്ന് പറഞ്ഞടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം 1-2 സുഹൃത്തുക്കൾ പറഞ്ഞു ഇങ്ങനെ SK Talks അടിച്ചിട്ട് വരുന്നില്ലെന്ന്. അപ്പോൾ ആ പേരിൽ 1-2 വേറെയും ചാനലുകൾ കാണാനിടയായി. അപ്പോൾ അത് ക്ഷമിക്കുക, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ SK_Talks കുവൈറ്റ് സ്പേസിലിട്ട് കുവൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വരും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാ പൂർണ്ണ രൂപവും കാണാൻ സാധിക്കും. അപ്പം ഇനി അങ്ങോട്ട് നമുക്ക് നല്ലൊരു ബോഡി ഫിറ്റ്നസ്സിൽ നല്ലൊരു സ്ട്രെങ്ത്തായിട്ട് വെയിറ്റൊക്കെ കുറച്ച് കാണാൻ നല്ല സുന്ദരക്കുട്ടപ്പിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ ഇതൊക്കെ നല്ലവരെ സഹായിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോഡി മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ബോഡീനെ ശ്രദ്ധിച്ചാലാണ് നമ്മുടെ ഭാവിയിലും മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും പോരായ്മകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ഡയറ്റിങ്ങിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഞാൻ താങ്ക് യു പറയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫുൾ വീഡിയോ കാണുന്നതിന് യൂട്യൂബ് ലിങ്കിൽ കയറി നോക്കുക. അതിൻ്റെ QR കോഡ് ഞാൻ വീഡിയോയിൽ ഇട്ടേക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എല്ലാവിധ ആശംസകളും നേരാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും നാളെ കാണാം. ഓക്കെ, ബൈ.